അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. രണ്ട് മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് തൻ്റെ സ്വന്തം മരുമകളെ അമ്മായിമ്മ വെട്ടിക്കൊല്ലുന്ന ഒരു ദൃശ്യം. മരുമകൾക്ക് 28 വർഷം മാത്രം പ്രായമുള്ള 70 വർഷം പ്രായമുള്ള ഒരു ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മയാണ് വെട്ടിക്കൊല്ലുന്ന ഒരു രംഗം എൻ്റെ പ്രിയപ്പെട്ടവൻ ആ വാർത്തയിൽ കേട്ടത്. ഈ ഒരു ചെറിയ ചായയുടെ പ്രശ്നം, മരുമകൾ ചായ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ അമ്മായിമ്മ മരുമകളെ വെട്ടിക്കൊല്ലുന്നത്. എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വാർത്തകൾ നാം നിരന്തരമായി കേൾക്കുന്നു? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പരസ്പരം ബഹുമാന ഇല്ലായ്മയാണ്. പ്രായം മുതിർന്നവർ അല്ലേ, അവർക്ക് അർഹമായ പരിഗണന മരുമക്കൾ നൽകുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. സ്വന്തം ഉമ്മയെപ്പോലെ അമ്മായിമ്മയെ കാണുന്നില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അവർക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ അമ്മായിമ്മയും അങ്ങനെ തന്നെയാണ്, സ്വന്തം മകളെപ്പോലെ മരുമകളെ കാണുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനം കൊടുത്താലേ ആ ബഹുമാനം തെറിച്ചു കിട്ടുകയുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ക്ഷമയും വിട്ടുവീഴ്ചയില്ലായ്മ. ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പോലും അത് വലുതായി ചിത്രീകരിച്ചുകൊണ്ട് വല്ലാത്ത ഒരു സംശയം രോഗം. ഒന്ന്, അമ്മായിമ്മ ചിരിക്കാൻ പറ്റൂല, മരുമകളും ചിരിക്കാൻ പറ്റൂല. മരുമകൾ ചിരിച്ചാൽ അമ്മായിമ്മ വിചാരിക്കും എന്നെന്തോ പരിഹസിച്ചതായിരിക്കാം. അമ്മായിമ്മ എന്തെങ്കിലും സംസാരിച്ച് മരുമകൾ വിചാരിക്കും എന്നെന്തോ അമ്മായിമ്മ പറഞ്ഞതായിരിക്കാം. അയൽവാസികളോട് അമ്മായിമ്മ പോയിന്ന് സംസാരിച്ചാൽ അങ്ങനെയുള്ള വിചാരണങ്ങളാണ്. ഇതാണ് ഏറ്റവും കുടുംബത്തിലെ വലിയ പ്രശ്നം. പിന്നെ സ്വകാര്യത മാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് മകൻ്റെയും മരുമകളുടെയും സ്വകാര്യതയുടെ വിഷയത്തിൽ അനാവശ്യമായി അമ്മായിമ്മ ഇടപെടുന്നത് അത് വലിയ മാനസികമായവർക്ക് പ്രശ്നമുണ്ടാക്കും. ആ ഒരു പ്രശ്നം ഇപ്പോൾ നാം ഈ ഒരു വാർത്തയിൽ കേട്ടുന്നൊരു ചായക്കുടിയുടെ പ്രശ്നം കൊണ്ടാണ് മരുമകൾ വെട്ടിക്കൊന്നതാണ്. ചിലർ വാർത്തയിൽ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: ആ മരുമകൾ വെട്ടിക്കൊല്ലുന്നത്ര ആരോഗ്യം വേണ്ടിയിരുന്നില്ലല്ലോ ഒരു ചായ ഉണ്ടാക്കാൻ. ആ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ആ അമ്മായിമ്മക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാമായിരുന്നില്ലേ? എന്തിനാണ് മരുമകൾ വെട്ടിക്കൊന്നത്? ഈ നിലമ്പൂരിൽ ഈ കേട്ട ഈ വാർത്ത വളരെ ദുഃഖകരമാണ്. കാരണം ഈ ചില പ്രശ്നങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തന്നെ തീർച്ചയായും ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. നാം അനാവശ്യമായ ചിന്തകളും അതുപോലെ എന്തൊരു വിഷയമുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും പരാതികൾ, വിഷമങ്ങൾ ഉണ്ടാകും. കാരണം വ്യത്യസ്ത കുടുംബമാണ്. അമ്മായിമ്മയുടെ ജീവിത രീതി വേറെയാണ്, മരുമകളുടെ ജീവിത രീതി വേറെയാണ്. അവിടെ വരുന്ന വീടിൻ്റെ അതൊക്കെ നാം മനസ്സിലാക്കി കൊണ്ടുള്ള ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മരുമകൾ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുറന്നു പറയാതെ, ആശയവിനിമയം നടത്താതെ ഉള്ള ഈ ജീവിതം തീർച്ചയായും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമിതമായ പ്രതീക്ഷ എന്ന് പറയുന്നത്, മരുമകൾ എല്ലാ കാര്യത്തിലും തികഞ്ഞവളാണ് എന്ന് അമ്മായിമ്മ വിചാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതുപോലെ എപ്പോഴും തൻ്റെ താല്പര്യത്തിന് ഒത്തിട്ട് മരുമകൾ നീങ്ങണമെന്നുള്ള ഒരു ചിന്താഗതി മരുമകൾക്കുണ്ടാവുക. ഈ ഒരു ചിന്താഗതിയും തീർച്ചയായും അപകടത്തിലേക്ക് എത്തിക്കും. കാരണം വലിയ പ്രതീക്ഷ നാം ഒരാളോടും വെക്കാൻ പാടില്ല. പിന്നെ ചില ആളുകൾക്കുണ്ട് അമ്മായിമ്മയുടെ മനസ്സിൽ തോന്നുക എന്നെ സന്തോഷിപ്പിക്കൽ മരുമകളുടെ ബാധ്യതയാണ്, മരുമകൾക്ക് തോന്നുക എന്നെ സന്തോഷിപ്പിക്കുന്ന അമ്മായിമ്മയുടെ ബാധ്യതയാണ്. അവരവരുടെ സന്തോഷം അവരവർ തന്നെ കണ്ടെത്തണം. ആരെങ്കിലും എന്നെ സന്തോഷിപ്പിക്കണം, ആരെങ്കിലും എന്നോട് അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി അത് വലിയ പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തിക്കുകയും ഈ അമിതമായ പ്രതീക്ഷ നമ്മളെ തളർത്തുകയും ചെയ്യും. നമ്മുടെ താല്പര്യത്തിനൊത്ത് നീങ്ങണം എന്നുള്ള ചിന്താഗതി അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോകും. നോക്ക്, ഇപ്പോൾ എന്ത് സംഭവിച്ച് 2 മക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. ഇവിടെ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുന്നതാണ് ഭർത്താവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മരുമകളുടെ ഭാഗത്ത് നിൽക്കണോ അല്ലെങ്കിൽ ഉമ്മയുടെ ഭാഗത്ത് നിൽക്കണോ? രണ്ടാളോടും സ്നേഹമായിരിക്കും അല്ലേ? പിന്നെ ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഭാര്യ വന്നതിന് ശേഷം മരുമകൾക്ക് ഇങ്ങനെ ഭാര്യക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് അമ്മായിമ്മക്ക് വല്ലാത്ത വിഷമ സങ്കടം. ഇതെൻ്റെ പ്രിയപ്പെട്ട മോളാണ്, അള്ളാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ. അപ്പോൾ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ നാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ അപകടത്തിലേക്കാണ് അത് ചെന്നെത്തിപ്പിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുന്നു. നോക്ക്, ഇപ്പം എന്ത് സംഭവിച്ചു? തൻ്റെ പിഞ്ചു മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു.
തൻ്റെ പിഞ്ചുമക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെട്ടു. ഈ മക്കൾക്കാണെങ്കിൽ വല്യമ്മയുടെ ഒരു ആശയം എന്നുള്ളതും അതും നഷ്ടപ്പെട്ടു. ഇതെൻ്റെ ചെറിയ മോനാണ്, അള്ളാഹു ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരന്തരമായ ഈ പ്രശ്നങ്ങളെ കൊണ്ട് വലിയ അപകടത്തിലാണ് ഓരോരുത്തരും. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഭർത്താവ്, വിദേശത്താണ്. തൻ്റെ പിഞ്ചുമക്കൾ എത്ര കരഞ്ഞിട്ട് പോലും ആ അമ്മായിമ്മനെ കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. പ്രായമുള്ള ഉമ്മയെ കൊണ്ടുപോകുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്, വലിയ വേദനയോടു കൂടിയാണ് അമ്മായിമ്മയെ കൊണ്ടുപോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഈ മനഃശാസ്ത്രമായ സമീപനം എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടാകണം. കാരണം ഡോക്ടറിൻ്റെ അരികിൽ പോയി മരുമകൾ പറയാണ്, എനിക്ക് വലിയ പ്രശ്നമാണ് അമ്മായിമ്മ, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ മക്കൾക്ക് എന്നോടും ചെയ്യുന്നത്, എന്ത് ചെയ്താലും അമ്മായിമ്മക്ക് നന്നാവില്ല, അമ്മായി പോലും നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടുണ്ടാകും, അതിനുവേണ്ടി ആ അമ്മായിമ്മ എങ്ങനെയെങ്കിലും ഈ ഭൂമുഖത്ത് ഇല്ലാതെയാക്കണം, അതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചു. പരിഹാരം ഡോക്ടർ പറഞ്ഞു, പരിഹാരം ചെയ്യുക. എന്താ പരിഹാരം ചെയ്യുന്നത്? അതിലേക്ക് ഡോക്ടർ പറഞ്ഞൊരു പരിഹാരം, ഞാനൊരു ഗുളിക നിങ്ങൾക്ക് തരാം, അത് അമ്മായിമ്മക്ക് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എങ്ങനെ കൊടുക്കും? കാരണം നിങ്ങൾ രണ്ടുപേരും പ്രശ്നയിലാണല്ലേ, നിങ്ങൾ രണ്ടുപേരും പ്രശ്നം, അമ്മായിമ്മക്ക് നിങ്ങൾ കൊടുക്കുകയില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഗുളിക അമ്മായിമ്മക്ക് കൊടുത്താൽ ഈ അമ്മായി ഇങ്ങനെ കഴിച്ച് ഏകദേശം 2-3 മാസമാകുമ്പോൾ ഇതിൻ്റെ വിഷം ശരീരത്തിൽ കയറി അമ്മായിമ്മ മരണപ്പെട്ടു പോകും. അപ്പം നിങ്ങളാണ് അമ്മായിമ്മയെ കൊന്നെന്ന് ആർക്കും അറിയില്ല, സ്വാഭാവികമായി അമ്മായിമ്മ മരണപ്പെട്ടെന്നേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ രക്ഷപ്പെടും. അതാണ് ഏറ്റവും വലിയ പരിഹാരം ഈ മാത്ര കൊണ്ട്, ഗുളിക കൊണ്ട്. അങ്ങനെ അമ്മായിമ്മക്ക് ഗുളിക കൊടുത്ത് ഈ ഗുളികയുമായി ഗുളിക കൊണ്ടുപോയി നേരെ അമ്മായിമ്മക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. എങ്ങനെ തുടങ്ങി? രണ്ടാൾ വലിയ പ്രശ്നയിലാണല്ലോ. അങ്ങനെ അമ്മായിമ്മക്ക് മെല്ലെ സോപ്പിടാൻ തുടങ്ങി. മരുമകൾ നന്നായി സോപ്പിട്ട് അമ്മായിമ്മ കൊഞ്ചിച്ച് താലോലിച്ച്, അമ്മായിമ്മ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, പാളയ്ക്ക് കുടിക്കലെന്ന് പറഞ്ഞ് ഈ പാളിൽ ഗുളിക കലക്കി അമ്മായിമ്മക്ക് കൊടുത്തു. അതിന് നിരന്തരമായൊരു മാസം ഇങ്ങനെ അമ്മായിമ്മക്ക് ഗുളിക കൊടുക്കുമ്പോൾ അമ്മായിമ്മക്ക് വലിയ ഇഷ്ടമായി മരുമകളുടെ വല്ലാത്ത സ്നേഹമാണ്, അവരുടെ ഭയങ്കര സ്നേഹം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ മരുമകൾക്ക് വല്ലാത്ത സങ്കടം, ഏതായാലും എൻ്റെ അമ്മായിമ്മ മരിക്കാൻ പോവുകയാണല്ലോ, ഏകദേശം ഇനി ഒരു മാസമേ ഉള്ളൂ എൻ്റെ അമ്മായിമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ അമ്മയുടെ ഇത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്കറിയില്ല, എന്ത് സ്നേഹം എന്നോട്, എനിക്ക് അമ്മായിമ്മ വേണം തിരിച്ചിട്ട്, ഇനിയിപ്പോൾ എന്താ പരിഹാരം? നേരെ പോയി ഡോക്ടറിനോട് പറഞ്ഞു, ഇത് കാരണം മുമ്പത്തെ പോലെ ഒന്നുമല്ല എൻ്റെ അമ്മായിമ്മ, ഇപ്പം നല്ല സ്നേഹമാണ് എന്നോട്, അതുകൊണ്ട് എനിക്ക് അമ്മായിമ്മ വേണം, പ്ലീസ് എങ്ങനെയെങ്കിലും അമ്മായിമ്മ രക്ഷപ്പെടുത്തണം, അമ്മയുടെ എനിക്ക് തിരിച്ചു കിട്ടണം അമ്മായിമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന ഗുളിക അത് യഥാർത്ഥത്തിൽ വിഷഗുളികയല്ല, അത് നിങ്ങൾ അമ്മായിമ്മക്ക് ആരോഗ്യം കൂടാൻ വേണ്ടി തന്ന ഗുളികയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് അമ്മായിമ്മ മരിക്കാൻ വേണ്ടി, അങ്ങനല്ല, നിങ്ങൾ അമ്മായിമ്മയെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടും, നിങ്ങളെ കുടുംബ പ്രശ്നം ശരിയാവുമെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഗുളിക തന്നതെന്ന്. അങ്ങനെ അവരുടെ പ്രശ്നം തീർന്നു. അപ്പോൾ മനഃശാസ്ത്രമായി ഇടപെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനഃശാസ്ത്രമായി ഇടപെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് കിട്ടും, തിരിച്ചിങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കിട്ടും. രണ്ടാളും ഈ കീരി പാമ്പ് പോലെ ആക്കിയാൽ എങ്ങനെ കുടുംബജീവിത സന്തോഷത്തെ? ഇതിൽ ആ നരകീയമായ ജീവിതം അനുഭവിക്കുന്നത് ഭർത്താക്കന്മാരാണ്. നോക്കൂ, ഒരു മകളെ നഷ്ടപ്പെട്ടല്ല, വല്ലാത്ത സങ്കടം, വലിയ പ്രയാസമുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ ഒഴിവാക്കണം. പരസ്പരം അയൽവാസികളോട് പോയി പറയാം. മേലിലേക്ക് തുപ്പിയാൽ അത് മുഖത്തേക്കാണ് വീഴുന്നത്. അയൽവാസികൾക്കെല്ലാം അറിയും, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാവരും ഇതറിയും. അറിഞ്ഞിട്ടാകുമ്പോൾ ആർക്കാ പ്രശ്നം? നമ്മുടെ ഇസ്സത്തല്ലേ പോകുന്നത്, നമ്മുടെ അഭിമാനമല്ലേ നഷ്ടപ്പെടുന്നത്. പിന്നെ അള്ളാഹുള്ള ഭയം, അള്ളാഹു ഉണ്ട്, അള്ളാഹു എങ്ങനെയാണ്, അവനോടുള്ള ഭയം. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ തിന്മകൾ, فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. അതേപോലെ നമ്മൾ തിന്മ ചെയ്താൽ അള്ളാഹു കാണിക്കും, നന്മ ചെയ്താലും അള്ളാഹു കാണിക്കും. ആ ഒരു ബോധമൊക്കെ നമുക്ക് ഉണ്ടാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാമ്പത്യ സന്തോഷത്തിലാക്കട്ടെ. നമുക്ക് വലിയ വാർത്ത ആണ് നമുക്ക് കേൾക്കാൻ സാധിച്ചു. സങ്കടമെന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടമുണ്ട്. ആ പൊന്നു മക്കളെ മുമ്പിൽ വെച്ചിട്ട് അമ്മായിമ്മ മരുമകളെ വെട്ടിക്കൊല്ലുന്ന ആ രംഗം, യാ റഹ്മാൻ യാ അല്ലാഹ്, എങ്ങനെ സഹിക്കും അല്ലേ? ആ വെട്ടിക്കൊല്ലുന്ന സമയത്ത് അമ്മായിമ്മക്ക് നേരെ അടുക്കളയിൽ പോയി വാർത്തകൾ വന്നതുപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിരുന്നെങ്കിൽ ആ 2 പൊന്നു മക്കൾക്ക് ആ ഉമ്മ ഉണ്ടാകുമായിരുന്നല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഇനി വരുന്ന മക്കൾ കല്യാണം പോലും കഴിക്കൂല. എന്തിനാണ് കല്യാണം? കാരണം കല്യാണം കഴിഞ്ഞാൽ നരകിയ ജീവിതം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം അള്ളാഹു നൽകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.